ഹലോ, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ബനാന കേക്ക് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഗ്യാസിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പഴയ തവയും അതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രവുമാണ് കേട്ടോ വേണ്ടത്. കേക്ക് പൊങ്ങി വരുമ്പോൾ അതിനകത്ത് കൊള്ളാൻ പാകത്തിനുള്ള നോൺ സ്റ്റിക്ക് പാത്രം വേണേ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാനിവിടെ മെൽറ്റ് ആക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അടുപ്പത്ത് വെച്ചേക്കുവാണ്. നമുക്ക് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ കേക്കിന് എത്ര കളറ് വേണമെന്ന് വെച്ചാൽ അത്രയും നേരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ഇത്രയും കളറായപ്പോഴാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത് ചെന്നിട്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. തീ ഓഫാക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ് വേണ്ടത്. ഞാനത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്കിതുപോലെ നല്ല തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം വേണമെങ്കിൽ അതുപോലെ തന്നെ അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ 2 മുട്ട ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ചെടുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതുപോലെ നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമലൈസ് ചെയ്ത പഞ്ചസാരയാണ്. അത് നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത്, അതുപോലെ നെയ്യ് ആവശ്യമുള്ളവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 ബനാനയാണ്. ഞാൻ അത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആദ്യം നമ്മൾ അടിച്ചെടുത്ത ആ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം പഞ്ചസാരയും എല്ലാം കൂടി മക്കയൊക്കെ കൂടി അടിച്ചെടുക്കില്ലേ, അതിനകത്തേക്ക് നമുക്ക് അരച്ചെടുത്ത പഴം ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് വെറുതെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയാൽ മതി. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. അത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച മൈദ അരിച്ചെടുത്തില്ല, അതിനകത്തേക്ക് കുറച്ച് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കി എടുക്കുക. ഒരുപാടിട്ട് ഇളക്കി ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ അതിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ കറക്റ്റ് ആവുന്ന രീതിയിലാവുന്നത് വരെ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേ നമുക്കൊന്ന് കടിക്കാൻ പറ്റുമല്ലോ. ഇത് അടിയിലേക്ക് താണു പോകാതിരിക്കാനായിട്ട് ആദ്യത്തെ മൈദയുടെ കൂട്ടിലൊന്ന് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. ഞാനിപ്പോൾ അതാ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ലേശം നെയ്യ് ഇട്ട് കൊടുത്തിട്ടൊന്ന് തടവി കൊടുക്കാം. എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ വേണമെന്നുള്ളവർ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താൽ അടിയൊക്കെ നല്ലപോലെ കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഇട്ടിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ തവയാണ്. ആ തവയിൽ ഒരു റിങ് വെച്ചിട്ട് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിന് ആ റിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയേ.
ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് 45 മിനിറ്റോളം എടുത്തു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം, പക്ഷേ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്ക് അത് വെന്തോന്നൊക്കെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബട്ടർ പേപ്പർ വെക്കാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ കത്തി കൊണ്ടുവന്ന് പതിയെ തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമ്മുടെ കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.